യുക്തിയുടെ മാനദണ്ഡം ഉപയോഗിച്ചിട്ട് മതങ്ങളെ താരതമ്യം ചെയ്യുക അസാധ്യമാണ്. അതൊരിക്കലും നടക്കില്ല. പിന്നെ മതങ്ങളുടെ ഈ പ്രാമുഖ്യത്തിൻ്റെ ആധാരം വിശ്വാസമാണ്. ആ വിശ്വാസമാണെങ്കിൽ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് വിശകലനം ചെയ്ത് കണ്ടെത്താനോട്ട് കഴിയുകയില്ല. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ ഇതായിട്ട് പിതാവിൻ്റെ അതിൽ നിന്ന് പിതാവ് വരികയും പിതാവിൻ്റെ ഏകജാതനായി യേശുദേവൻ വന്നു എന്നുള്ളതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നിൽക്കാൻ പറ്റൂ. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ വിശ്വസിക്കുന്നവർ പറയുന്ന ആ മതത്തിൽപ്പെട്ടവർ പറയുന്നത് അതാണ് ആത്യന്തികമായി ശരി, ബാക്കിയൊക്കെ തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്യന്തികമായ ശരി ഒരെണ്ണം പറയണം, ബാക്കിയെല്ലാം തെറ്റുമാണ്. ലോകത്തിലുള്ള ബാക്കി മതങ്ങളൊക്കെ തെറ്റും, ഇത് ആത്യന്തികമായ ശരിയുമാണ് എന്ന് വിശ്വാസത്തെ ആസ്പദമാക്കി പറയണം. അത് ഒരു ശരിയായ സമീപനമല്ല. കാരണം യുക്തി കൊണ്ട് നമുക്കതിനെ സമർത്ഥിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ ഇതിനകത്ത് മതപരിവർത്തനം എന്ന് പറഞ്ഞ സംഗതി നടക്കുന്നത് നിൻ്റെ മതത്തേക്കാൾ ഉത്തമമാണ് എൻ്റെ മതമെന്ന് ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ അതേ യുക്തി നിനക്ക് ഉപയോഗിക്കാമല്ലോ, ഇല്ലേ? നിനക്കും പറയാമല്ലോ അത് അങ്ങയുടെ മതമല്ല എൻ്റെ മതം തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാമല്ലോ. അങ്ങനെ രണ്ട് പേര് അവരവരുടെ മതമാണ് ഉത്തമം എന്ന് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ എന്തു വരും? സംഘർഷം വരും. അപ്പം മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്ന്, മതപരിവർത്തനം നമ്മൾ മതത്തെ നേരെ ചൊവ്വേ മനസ്സിലാക്കായതുകൊണ്ടും യുക്തിപൂർവ്വം അതിനെ ഗ്രഹിക്കാൻ കഴിയായതുകൊണ്ടും മാത്രം നടന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം അതിന് യുക്തിയുമില്ല, വേറൊന്നുമില്ല. ഒരു തരം അഹങ്കാരവും ദുശാഠ്യവും മാത്രമാണ് മതപരിവർത്തനത്തിൻ്റെ അടിത്തറ.